അപസ്മാരം ശസ്ത്രക്രിയയിലൂടെ മാറ്റാനുള്ള നൂതന സംവിധാനവുമായി തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപസ്മാര ബാധിതനായ 26-കാരൻ ശസ്ത്രക്രിയയിലൂടെ രോഗമുക്തി നേടി. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗാവസ്ഥ നിയന്ത്രണാതീതമായി തുടരുമ്പോഴാണ് 26-കാരൻ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയ്ക്കായി എത്തിയത്. ജനന സമയത്തെ ഓക്സിജൻ ലഭ്യതയുടെ പ്രശ്നം മൂലം കുട്ടിക്കാലം മുതൽ പിടികൂടിയതാണ് അപസ്മാരം. വിശദ പരിശോധനകൾക്കും വിലയിരുത്തലിനും ശേഷം ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടു. തലച്ചോറിന്റെ 2 ഭാഗങ്ങൾക്കിടയിൽ അപസ്മാരം പടരുന്ന പാതകളെ വിച്ഛേദിക്കുകയാണ് ചെയ്തത്. വിദഗ്ധ സംഘം അതിന് നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിൽ കുറെ മിഥ്യാധാരണകളുണ്ട്. ഇതെങ്ങനെ ചികിത്സിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ ഉറങ്ങിക്കിടത്താൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത് തപ്പിപ്പിടിച്ച് പോയപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഒരു ഭാഗത്ത് ഈ ഫിറ്റ്സ് വരുന്നൊരു സോഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി തലച്ചോറ് അതിൻ്റെ ഫംഗ്ഷൻ മുഴുവൻ ഏറ്റെടുത്തിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം എടുത്ത് മാറ്റാൻ പറ്റിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എടുത്ത് മാറ്റാൻ പറ്റിയപ്പോൾ ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റി. അതൊരു ടീമായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ന്യൂറോ സർജൻ, ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ എപ്പിലെപ്സി സ്പെഷ്യലിസ്റ്റ്, പിന്നെ ന്യൂറോ സൈക്കോളജിസ്റ്റ്, റേഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ, പിന്നെ അതിനായിട്ടുള്ള ട്രെയിൻ ടെക്നിക്കൽ സ്റ്റാഫ്, ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ എപ്പിലെപ്സി സർജറിയെ പറ്റി മുന്നോട്ട് പോവുക. ഞങ്ങളുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ അമലയിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലത്തെ ഫസ്റ്റ് സർജറിയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനിയും പേഷ്യൻസിനോടും അവരുടെ കെയർ ഗിവേഴ്സിനോടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവയർനെസ് ഒന്ന് കൊടുക്കണം എന്നുണ്ട്. കാരണം എന്നാലാണ് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ പറ്റുള്ളൂ. ഡോക്ടർ ശ്രീനാഥ് രാജീവൻ, ഡോക്ടർ അരുൺനാഥ് കെ, ഡോക്ടർ ദിലീപ് രാജശേഖരൻ, ന്യൂറോളജി വിഭാഗം വിദഗ്ധ ന്യൂറോ ടെക്നോളജിസ്റ്റുകൾ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.